വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേത്ര ദർശനം എന്തിനു വേണ്ടി നടത്തണം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ക്ഷേത്ര ദർശനം കൊണ്ട് പല വിധത്തിലുള്ള ഗുണങ്ങളുമുണ്ട്. ക്ഷേത്രത്തിലെ ദേവനെ അറിയുന്നതോടുകൂടി നാം സ്വയം നമ്മെ അറിയാൻ സഹായിക്കുന്നു. ആത്മാവിനെ അറിയാൻ സാധിക്കുന്നു. ദേവൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ദേവിയുടെ മുമ്പിൽ തൊഴുകൈകളുമായി നോക്കി നിൽക്കുമ്പോൾ ആ ദേവചൈതന്യം അല്പം ഭക്തനിലേക്ക് വ്യാപിക്കപ്പെടുന്നു. നിത്യേനയുള്ള ദർശനം കൊണ്ട് ദേവനിലെ ഗുണങ്ങൾ ക്രമേണ ഭക്തനിലേക്ക് എത്തുന്നു. ഭക്തൻ ഗുണവാനായി പുണ്യാത്മാവായി തീരുന്നതോടൊപ്പം അവനിലെ കാമാദി ശത്രുക്കൾ പതുക്കെ പിൻവാങ്ങുന്നു. അതോടെ ശുദ്ധമനസ്കനായി നല്ലൊരു ഭക്തനായി മാറുന്നു. ശുദ്ധഭക്തൻ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഈ ലോകത്തിൽ ഭഗവാന് ഏറ്റവും പ്രിയം ഭക്തനാണ്. ഭാഗവതത്തിലെ 12 സ്കന്ധത്തിൽ ഉദ്ധവരോടുള്ള ഉപദേശത്തിലും ഗീതയിലും അത് വ്യക്തമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ ഭക്തനും ഭഗവാനുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കലാണ് ദിവസവുമുള്ള ക്ഷേത്രദർശനം കൊണ്ട് സാധ്യമാകുന്നത്. അതിനാൽ ആ ഭക്തനെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാൻ തന്നെ ഏറ്റെടുക്കുന്നു. ഭക്തൻ്റെ മനസ്സിൽ ഭഗവാൻ കുടികൊള്ളുകയാണെങ്കിൽ തീർച്ചയായും ആ ഭഗവാൻ ആ ഭക്തനെ സദാ രക്ഷിച്ചുകൊള്ളും. എന്നാൽ ഭക്തൻ്റെ നിലപാടിൽ മാറ്റങ്ങൾ വരികയാണെങ്കിൽ അഥവാ ഭഗവാനെ ഓർക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതേ അവസ്ഥ തന്നെ ഭഗവാനിലും ഉളവാകുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രദർശനം നടത്തുമ്പോഴും ക്ഷേത്രദർശനം നടത്താൻ കഴിയാത്ത ആ സമയങ്ങളിലും ഭഗവത് ചിന്ത മനസ്സിൽ സദാ ഉണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ വരുമ്പോഴാണ് ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നത്. അതുപോലെ നിത്യവും പ്രഭാതത്തിൽ ക്ഷേത്രദർശനം നടത്താൻ നടന്നു പോകുമ്പോഴും അത് ശാരീരികമായി വളരെ ഗുണം ചെയ്യുന്നതാണ്. ശരീരത്തിന് ഓജസ്സും തേജസ്സും ലഭിക്കുക മാത്രമല്ല മനഃശുദ്ധി കൈവരിക്കാൻ കൂടി ഇത് സാധ്യമാകുന്നു. നല്ല ചിന്തകൾ വളർത്തിയെടുക്കാനും ഇതുമൂലം സാധിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.